ഹരിച്ചേട്ടാ, നമ്മുടെ ഈ കാനഡയിൽ നിന്ന് വരുന്ന വാർത്തകൾ, അതായത് അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വൈകാതെ അധികാരത്തിൽ നിന്ന് പുറത്താകും എന്നാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലും അദ്ദേഹത്തിൻ്റെ ആ മുന്നണി, അദ്ദേഹത്തെ പിന്താങ്ങുന്ന സഖ്യകക്ഷികളുണ്ട്. അവരിൽ ചിലരുമൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു അവിശ്വാസ പ്രമേയം കനേഡിയൻ സർക്കാരിനെതിരെ, ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ താമസിയാതെ കനേഡിയൻ പാർലമെന്റിൽ വരും എന്നാണ് കേൾക്കുന്നത്. എന്താണ് കാനഡയിൽ നിന്നുള്ള വിശേഷങ്ങൾ? തീർച്ചയായിട്ടും ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ സ്വന്തം സ്ഥാനം നിലനിർത്താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇന്ത്യ ഇപ്പൊ ശരിയാക്കി കളയും. അതായത് ഇന്ത്യയെ എതിർക്കുന്ന ഖാലിസ്ഥാനികളെ പരമാവധി പിന്തുണയ്ക്കുന്ന ജസ്റ്റിൻ ട്രൂഡോ ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗ് നിന്നും വിമർശനവും അതുപോലെ അവിശ്വാസ പ്രമേയ ഭീഷണിയും നേരിടുകയാണ്. ജഗ്മീത് സിംഗ് കുറച്ചു ദിവസം മുമ്പ് സഭയിൽ അവിശ്വാസ പ്രമേയം ട്രൂഡോയ്ക്കെതിരെ അവതരിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കാരണം അടുത്ത വർഷം ഒക്ടോബറിൽ 2025 ഒക്ടോബറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ മറുഭാഗത്താകട്ടെ പിന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോയോടുള്ള നിലപാടിൽ വലിയ വ്യത്യാസം വന്നു. അദ്ദേഹം പലപ്പോഴും ജസ്റ്റിൻ ട്രൂഡോയെ കളിയാക്കുന്ന രീതിയിലാണ് പരസ്യമായിട്ട് ട്വിറ്ററിലൂടെ ഒക്കെ ചില പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഈ കഴിഞ്ഞ അതായത് ഇന്ന് ക്രിസ്മസ് ദിവസത്തിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത് ഗവർണർ ജസ്റ്റിൻ ട്രൂഡോ എന്നാണ്. അതായത് അമേരിക്കയുടെ ഒരു സംസ്ഥാനമാക്കി കാനഡയെ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കും എന്നാണ് പരിഹാസപൂർവ്വം ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കാര്യവും കൂടെ കാനഡയിലെ ജനങ്ങളോട് പറഞ്ഞു. അമേരിക്കയിലെ ഒരു സംസ്ഥാനമായ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ നികുതിയൊക്കെ വളരെ കുറയും. ഇപ്പോൾ നിങ്ങൾ $100 കൊടുക്കുന്നുണ്ടെങ്കിൽ $60, അതായത് ഇപ്പോഴത്തെ 60% അത് കുറയും. അതുപോലെ നിങ്ങളുടെ സെക്യൂരിറ്റി, അമേരിക്കയുടെ ഒരു സംസ്ഥാനമായാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സെക്യൂരിറ്റി ലോകത്ത് മറ്റൊരു രാജ്യത്തിനും തരാൻ പറ്റാത്തതായിരിക്കും. ഇതൊക്കെ കളിയാക്കി പറയുന്നതാണ്. അദ്ദേഹം അങ്ങനെ ഒരു കാനഡ പിടിച്ചെടുക്കാനൊന്നും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന പ്രധാനമന്ത്രി കഴിവുകെട്ടവനാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം തന്നെ കാനഡയുടെ ദേശീയ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണെന്നും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുകയാണ്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്ത് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് തൻ്റെ സുഹൃത്തും അതുപോലെ നാഷണൽ ഹോക്കി ലീഗിലെ ഒരു പ്രമുഖ കളിക്കാരനുമായ വെയിൻ ഗ്രഡ്കി എന്ന് പറയുന്ന കളിക്കാരനോട് കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തനിക്ക് ഒട്ടും അഭികാമ്യനല്ല, ഇഷ്ടമുള്ള വ്യക്തിയല്ല ജസ്റ്റിൻ ട്രൂഡോ എന്ന് വളരെ വ്യക്തവും പരസ്യവുമായിട്ട് അദ്ദേഹം നിലപാടെടുത്താണ്. യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഒരു മറുപടി കൊടുക്കാനുള്ള ശേഷി പോലും ഇന്ന് ജസ്റ്റിൻ ട്രൂഡോയ്ക്കില്ല. അതായത് ഇന്ത്യയെ ഇപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ജസ്റ്റിൻ ട്രൂഡോ മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ നിലയിലാണ്. ഇന്ത്യക്കെതിരെ പടയൊരുക്കം നടത്തിയ ഇദ്ദേഹത്തിന് സ്വന്തം കസേര രക്ഷിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. ചുരുക്കി പറഞ്ഞ ജസ്റ്റിൻ ട്രൂഡോ പെട്ടിയിലായി, അങ്ങനെ വേണമെങ്കിൽ ഏതാണ്ട് ആ സ്ഥിതിയിൽ തന്നെയാണ്. ഈ ജസ്റ്റിൻ ട്രൂഡോ കാണിച്ച ഒരു വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നത്, തീവ്രവാദത്തിനെതിരെ ലോകമെമ്പാടും അഭിപ്രായ രൂപീകരണം നടക്കുന്ന കാലഘട്ടത്തിൽ തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നത് എന്ത് കാരണത്താലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാനഡയിലെ ഒരു 4% വരുന്ന സിഖ് സമുദായത്തിന്റെ വോട്ട് കിട്ടുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഉള്ളത്. പക്ഷേ അതിനുവേണ്ടി രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തിക്കൊള്ളട്ടെ, അതൊന്നും ഒരു തെറ്റല്ല. ഏതൊരു രാഷ്ട്രീയക്കാരനും രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടുക, അയാൾക്ക് വിജയിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അവർക്ക് ചില സഹായങ്ങൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ അതല്ല. അദ്ദേഹം
അതായത് മുൻപിൻ നോക്കാതെ തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടെടുക്കുക. അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇന്നും ഈ പാമ്പാട്ടികളുടെയും മഹാരാജാക്കന്മാരുടെയും ഒക്കെ നാടാണ്, അങ്ങനെ ഒരു ചിത്രീകരണമുണ്ട് പണ്ട് പാശ്ചാത്യ ലോകത്ത്. അതെ. ആ ഒരു ഇന്ത്യയെ വില കുറച്ച് കണ്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം സ്വന്തം ശക്തിയെ വളരെയധികം ഊതി ഉറപ്പിച്ച് കാണുകയും താൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ലോകത്തെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതായത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ്, അവിടുത്തെ കാനഡയിലെ ഹൈക്കമ്മീഷണർ, അദ്ദേഹം ഈ കേസിലെ, അതായത് അവിടെ ഓർമ്മയുണ്ടാകുമല്ലോ, പിന്നെ കുറച്ചു നാളിന് മുമ്പ് ഹർദീപ് സിംഗ് നൈജർ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ നേതാവ് വെടിവെച്ച് കൊല്ലപ്പെട്ടു. അത് ഖാലിസ്ഥാനികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണ്. അവരുടെ ഇടയിൽ വിവിധ ഗ്രൂപ്പുകളുണ്ട്. നിരന്തരം നമ്മൾ കാണുന്നുണ്ട് പഞ്ചാബിലൊക്കെ അവർ പരസ്പരം വെടിവെപ്പ് നടത്തുകയും കൊലപാതകം ഏറ്റുമുട്ടുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു സംഘർഷത്തിലാണ് നൈജർ കൊല്ലപ്പെടുന്നത്. പക്ഷെ ഉടൻ തന്നെ അദ്ദേഹം അതിൽ ഇന്ത്യ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. പ്രധാനമന്ത്രിയെ തന്നെ പരോക്ഷമായി കുറ്റപ്പെടുത്തി. അതിനുശേഷം ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് കാനഡയിലെ ഇന്ത്യൻ അംബാസഡർ അല്ലെങ്കിൽ പിന്നെ ഹൈക്കമ്മീഷണർ ആയിട്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹം ഒരു പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അവിടുത്തെ ഒരു ലീഗൽ ടെർമിനോളജിയാണ്. അതായത് ഈ അന്വേഷണത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളെന്നോ അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടുന്ന ആളെന്നോ നമുക്ക് കാണാം, അങ്ങനെ വ്യാഖ്യാനിക്കാം, പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് ഹൈക്കമ്മീഷണർക്ക് അവിടെ സുരക്ഷയില്ല. അദ്ദേഹം ലോക ചരിത്രത്തിലെങ്ങുമില്ല ഒരു രാജ്യത്തിന്റെ പിന്നെ നയതന്ത്ര പ്രതിനിധിയെ മറ്റൊരു രാജ്യം കേസിൽപ്പെടുത്തുകയും തെളിവൊന്നും ഇല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്തു. ഈ തെളിവുണ്ടായാൽ തന്നെ നയതന്ത്ര പ്രതിനിധിക്ക് ചില സുരക്ഷകളൊക്കെ ഉണ്ട്, മനസ്സിലായോ? അവിടെ അങ്ങനെ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധിയെ മറ്റൊരു രാജ്യം അറസ്റ്റ് ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനമാണ്. അതുവരെ നടത്തി. ഉടൻ തന്നെ ഇന്ത്യ അതുപോലെ തിരിച്ചടിച്ചു. ഇവിടുത്തെ അവരുടെ പ്രതിനിധിയും പുറത്താക്കി. ഇന്ത്യയുടെ പ്രതിനിധിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഈ ഇത്ര വഷളാക്കിയത് ജസ്റ്റിൻ ട്രൂഡോ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. ചോദിക്കൂ. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോ വാസ്തവത്തിൽ ഇന്ത്യക്കും ഒരു തലവേദനയായിരുന്നു. അമേരിക്കൻ ബന്ധം വഷളായി, അതുകൂടാതെ ഇന്ത്യയുമായിട്ട് ഈ പറഞ്ഞ പോലെ നിരന്തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഒരു ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യക്കും ഒരു തലവേദനയാണ്. അദ്ദേഹത്തിനോടുള്ള ഈ ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാടും നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സഖ്യകക്ഷികളുടെ പിന്മാറ്റവും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വരാൻ സാധ്യതയുള്ള അവിശ്വാസ പ്രമേയവും, ഇത് വാസ്തവത്തിൽ ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ കൂടി ഒരു വിജയമല്ലേ? അല്ലെങ്കിൽ ഇന്ത്യൻ നയതന്ത്രം ആ തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടൽ അതിനകത്ത് നടത്തിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കാനഡയിലുള്ള ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് സിഖ് സമുദായത്തിലും അതുപോലെ അത്രയും തന്നെ ഹിന്ദുക്കളും ഉണ്ട്. അപ്പോ ഈ സമുദായങ്ങളിൽ എല്ലാ സിഖുകാരും ഖാലിസ്ഥാൻ അനുകൂലികളൊന്നുമല്ല, വളരെ ചെറിയൊരു ശതമാനമാണ് ഖാലിസ്ഥാൻ അനുകൂലികൾ. പക്ഷെ അവര് കൂടുതൽ സ്ട്രൈഡന്റ് ആണ്, അതായത് അവര് കൂടുതൽ ഉച്ചത്തിൽ പറയുകയും അവർക്ക് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മസിൽ പവർ ഉണ്ട്, കരുത്തുണ്ട്. സ്വാഭാവികമായിട്ടും സിഖുകാരുടെ ഇടയിലെ പല വിഭാഗങ്ങളെയും ഇന്ത്യ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ കാനഡയിലെ ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള ഒരു വലിയ മറ്റ് ജനവിഭാഗങ്ങളും ഉണ്ട്. അവരൊന്നും തന്നെ ഈ പറയുന്ന ഖാലിസ്ഥാനികളെ അനുകൂലിക്കുന്നവരല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ ഇന്ത്യക്ക് സ്വാധീനമുണ്ട്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള വ്യക്തികൾക്ക് ഇന്ത്യയെ കൂടെ നിർത്താനുള്ള താല്പര്യമുണ്ട്. കാരണം ഇന്ത്യയിലെ വലിയൊരു മാർക്കറ്റ്, അത് അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്ത് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമവും പ്രധാനവുമായിട്ടുള്ള താല്പര്യം ബിസിനസ്സിലാണ്. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ, തീവ്രവാദത്തിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ആളാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ ട്രംപിനെയും സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് കരുതാവുന്നത്. കാരണം കാനഡ എന്ന് പറയുന്ന രാജ്യം ഇന്ന് കാണിക്കുന്ന ഈ തീവ്രവാദത്തിനോട് ഒരു മൃദു സമീപനം ഒരു കാരണവശാലും അമേരിക്കയുടെ താല്പര്യത്തിനും അനുയോജ്യമല്ല. ഇതെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു നയതന്ത്ര ശക്തിയെ തന്നെ കാണിക്കുന്നു, സംശയമൊന്നുമില്ല അതിനകത്ത്. അതും ഇന്ന് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തിരിച്ചടിയാകുകയാണ്. മാത്രമല്ല, ജസ്റ്റിൻ ട്രൂഡോ അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ വിഴുങ്ങിയിരുന്നു. ഇന്ത്യക്കെതിരെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, നൈജർ വധക്കേസിൽ ഇന്ത്യക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് അപ്പടി വെള്ളം ചേർക്കാതെ വിഴുങ്ങി.
പിന്നീട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അതെ. അപ്പോ നമ്മൾ മനസ്സിലാകുന്നത് സ്വന്തം നിലപാടുകളിൽ നിന്ന് എങ്ങനെ ഈ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അതിൽ നിന്ന് എങ്ങനെ തലവലിച്ചൂറണമെന്ന് അറിയാതെ ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രത്തലവനാണ് പിന്നെ ജസ്റ്റിൻ ട്രൂഡോ. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതി പരമദയനീയമാണ്. ശരിക്കും പഴയകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാനഡ പണ്ട് തൊട്ടേ ശരിക്കും തീവ്രവാദത്തിനോടൊരു മൃദു സമീപനമുണ്ട്. പണ്ട് 1985 ഡൽഹിയിൽ നിന്നും മോൺട്രിയോളിലേക്കും ലണ്ടനിലേക്കും പോയ ഒരു ഫ്ലൈറ്റ്, മോൺട്രിയോൾ വഴി ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ഫ്ലൈറ്റ്, ആ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ബോംബ് വെച്ച് അത് തകർന്നു പോയി ബ്രിട്ടനിൽ എത്തുന്നതിന് മുമ്പ്. അതിൽ 327 യാത്രക്കാർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷവും 200-ലധികം കാനഡ പൗരന്മാരായിരുന്നു. അതിൽ പ്രധാന പങ്ക് അതിലെ പ്രധാന അക്യൂസ്ഡ് എന്ന് പറയുന്ന വ്യക്തി അയാളെ വിട്ടുതരണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ട് പോലും കാനഡ അന്ന് തന്നിരുന്നില്ല. തൽവീന്ദർ സിംഗ് പന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പിന്നീട് ഇയാള് ഇന്ത്യയിൽ വീണ്ടും വിധ്വംസക പ്രവർത്തനം നടത്താനായിട്ട് ഇന്ത്യയിൽ ഒളിച്ചു വന്നപ്പം പഞ്ചാബ് പോലീസ് ഇദ്ദേഹത്തിനെ വെടിവെച്ചു വന്നു. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ നിലപാടുകൾ പണ്ട് തൊട്ടേ കാനഡയ്ക്കുണ്ട്. പക്ഷെ അത് ഇത്ര നിർലജ്ജം അതുപോലെ തന്നെ മറ്റൊന്നും മുൻപിൻ നോക്കാതെയും ഈ നിലപാടുകൾ പ്രകടിപ്പിക്കുകയും നയതന്ത്ര ബന്ധത്തിനെ തകർക്കുകയും ചെയ്ത ട്രൂഡോയ്ക്ക് കിട്ടിയ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് അത്, സംശയം. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും സ്വയംകൃത അനർത്ഥം. എന്തായാലും ഈ ഖാലിസ്ഥാൻ തീവ്രവാദത്തെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ട്രൂഡോ വാസ്തവത്തിൽ ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്ക പോലെയുള്ള പല രാഷ്ട്രങ്ങൾക്കും ഒരു തലവേദനയാണ്. അത് അമേരിക്ക വളരെ കൃത്യമായിട്ട് ട്രംപ് ഇയാളൊരു എതിരാളിയല്ല എന്ന മട്ടിലാണ് ഈ ട്രൂഡോയെ കൈകാര്യം ചെയ്തത്. ഇപ്പം അങ്ങയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് അതാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ട്രൂഡോയുടെ നിലപാടുകൾ ഇന്ത്യക്ക് എല്ലാ കാലവും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്തായാലും ഇപ്പോൾ സ്വന്തം മുന്നണിയിൽ നിന്ന്, ഭരണമുന്നണിയിൽ നിന്ന് തന്നെ, തൻ്റെ സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ വലിയ വെല്ലുവിളി അദ്ദേഹം നേരിടുകയാണ്. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് കാനഡ പോകുമോ, അതോ അവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കുമോ, എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.